Stories of marketing in touch with positive people. പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ 21ാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കാര്യക്ഷമമായിട്ട് വളരെ സുതാര്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും അപ്ഡേഷൻസ് ആവശ്യമാണ്. കൃത്യമായ ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നുള്ള റിപ്പോർട്ട്, എൻ കൺസ്യൂമറുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഫീഡ്ബാക്കുകൾ ഉറപ്പായിട്ടും ആ കമ്പനിക്ക്, ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടി, ഉയരുന്നതിന് വേണ്ടി സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ലാത്ത സത്യമാണ്, റിയാലിറ്റിയാണ്. എന്തൊക്കെ മാറ്റങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ വഴി ഈ കമ്പനിക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകാരൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കേൾക്കുകയും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ഷോപ്പിൽ വരുത്താൻ സാധിച്ചില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഔട്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്ഡേഷൻ വരുത്താൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സാധിച്ചിരിക്കണം. എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് വരുത്തേണ്ടത്? കോമ്പറ്റീറ്റർ എന്ത് ചെയ്യുന്നു, തൻ്റെ കോമ്പറ്റീറ്റർ എന്തൊക്കെ പ്രോഡക്റ്റിൽ ചേഞ്ചസ് വരുത്തുന്നു, അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തുന്നുണ്ടോ, അതിൻ്റെ പ്രൈസിങ്ങിൽ മാറ്റം വരുത്തുന്നുണ്ടോ, അതിൻ്റെ പാക്കിംഗ് മോഡുകളിൽ മാറ്റം വരുത്തുന്നുണ്ടോ, അത് പഠിക്കുകയും പഠന വിധേയമാക്കി ആ രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, മാറ്റം കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിരിക്കണം. കമ്പനിക്ക് അങ്ങനെ സാധിക്കണമെങ്കിൽ കൃത്യമായി റീറ്റെയിൽ ഷോപ്പുകാരൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ റിപ്പോർട്ട് കൊടുത്തിരിക്കണം. ആർക്ക്? കമ്പനിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ കമ്പനി അതോറിറ്റി തന്നെ കൃത്യമായിട്ട് അപ്ഡേഷൻസ് റീറ്റെയിൽ ഷോപ്പിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും അപ്ഡേഷൻസ് സ്വീകരിച്ച് ആ മാറ്റങ്ങൾ വിധേയമാക്കി തന്നെ ആണ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടിയല്ല, റീറ്റെയിലർക്ക് വേണ്ടിയല്ല, കമ്പനിക്ക് വേണ്ടിയല്ല. എൻ കൺസ്യൂമർ അവരുടെ ഡിസയർ, ആഗ്രഹങ്ങൾ, അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, അതിന് വിധേയമാക്കി തന്നെയാണ് ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റിൽ നിലനിൽപ്പുള്ളൂ. ആ റിയാലിറ്റി റീറ്റെയിൽ ഷോപ്പിൽ നിന്നും മനസ്സിലാക്കുകയും ഡിസ്ട്രിബ്യൂട്ടർ അത് കൃത്യമായിട്ട് അപ്ഡേഷൻ നടത്തി കമ്പനിയെ അറിയിക്കുകയും ചെയ്യണം. അത് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. കാരണം ആ ഡിസ്ട്രിബ്യൂട്ടർ ജീവിക്കുന്നത് ആ പ്രോഡക്റ്റ് വിറ്റുകൊണ്ടായതുകൊണ്ട് ആ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ നിലനിർത്തേണ്ടത്, എൻ കൺസ്യൂമറിലേക്ക് വീണ്ടും വിടേണ്ട റെസ്പോൺസ് പൂർണ്ണമായിട്ടും ആ ഡിസ്ട്രിബ്യൂട്ടറുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പം മാറ്റങ്ങൾ, പ്രോബ്ലംസ്, കംപ്ലൈൻറ്റുകൾ കൃത്യമായിട്ട് അപ്ഡേഷൻ ആ ഡിസ്ട്രിബ്യൂട്ടർ വരുത്തിയിരിക്കണം. ആരിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച്? ഡീലറിൽ നിന്നും റീറ്റെയിലറിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി തന്നെയാണ് ഓരോ പ്രോഡക്റ്റും ഗ്രോത്ത് ചെയ്യപ്പെടുന്നത്, ഉയരുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർ കൃത്യമായി കസ്റ്റമർ ഫീഡ്ബാക്കുകൾ ഡീലറിൽ നിന്നും കുറച്ചുകൂടെ കാര്യക്ഷമമായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു റീറ്റെയിൽ ഷോപ്പിൽ വന്ന് എന്തെങ്കിലും ഓർഡർ ഉണ്ടോ, പൈസയുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. എങ്ങനെ ബിസിനസ് പോകുന്നു, എൻ്റെ പ്രോഡക്റ്റ്, ഞാൻ തരുന്ന പ്രോഡക്റ്റ്, എൻ്റെ പ്രോഡക്റ്റ് എന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സ്വന്തം കൊടുക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ സാധിക്കണം. കമ്പനിയാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിലും ആ പ്രോഡക്റ്റിനെ അത്രമാത്രം ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് ഇത് എൻ്റെ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും എന്ത് അസുഖങ്ങളും അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ആൾ എന്ന വ്യക്തി, ഡിസ്ട്രിബ്യൂട്ടർ എന്ന ഞാനത് കമ്പനിയിൽ പറഞ്ഞ് അത് പരിഹാരം കണ്ടെത്തി ഡീലർക്ക് സാറ്റിസ്ഫൈഡായ ഡീലറെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിയണം. സാറ്റിസ്ഫൈഡായ ഒരു എൻ കൺസ്യൂമറെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമാണ് എനിക്ക് ആ റീറ്റെയിൽ ഷോപ്പിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കണം. റീറ്റെയിലറുടെ സമയം ചോദിച്ച് വന്ന്, അല്ലെങ്കിൽ വേറൊരു കസ്റ്റമറായിട്ട് അയാൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കയറി ഇത് എങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റ് എന്ന് ചോദിക്കുകയല്ല. സമയം കണ്ടെത്തി ആ ഡിസ്കഷൻ കഴിഞ്ഞ് വളരെ സാവധാനം റിലാക്സ് ചെയ്ത് അവിടെ മാറി നിന്ന് ഇരുന്ന് അതിനുശേഷം ഈ കസ്റ്റമറെ, നമ്മുടെ കസ്റ്റമർ മീൻസ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കസ്റ്റമർ മീൻസ് ആ ഡീലറെ മീറ്റ് ചെയ്യണം. ഇതുപോലെ ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന്
ഒരു ഡയറി എടുത്തു വെച്ചിട്ട് പ്രോബ്ലംസ് എന്തൊക്കെ അപ്ഡേഷൻ വരുത്തണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അപ്ഡേഷൻ ഒരിക്കലും വരുത്താതെ പേയ്മെന്റ് ചോദിക്കലും ഓർഡർ കൊടുക്കലും മാത്രമായിട്ടിരുന്നാൽ ഒരു സുപ്രഭാതത്തിൽ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി വരുന്ന ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിങ്ങൾ ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓർഡർ ഇല്ല എന്ന് പറയും. അപ്പോൾ അയാൾ വേറെ പ്രോഡക്റ്റ് എടുത്ത് വെച്ച് വിൽക്കുന്നുണ്ടാകാം. എന്താ കാര്യം? നിങ്ങൾ തരുന്ന ക്വാളിറ്റിയേക്കാൾ നല്ല ക്വാളിറ്റി, നിങ്ങൾ തരുന്ന കവറിനേക്കാൾ ഡിസൈൻ നല്ല ഡിസൈൻ, നിങ്ങൾ തരുന്ന പ്രൈസിനേക്കാൾ നല്ല പ്രൈസ്, നല്ല പെർഫോമൻസ്. നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഒരു കാരണവശാലും നിങ്ങൾ അപ്ഡേഷൻ വരുത്താൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അപ്ഡേഷൻ വരുത്തിയ പ്രോഡക്റ്റ് എടുത്ത് വിൽക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. ആ ഒരു പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കമ്പനിയോട് പറഞ്ഞിട്ട് കമ്പനി അത് മാറി ചെയ്യാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അപ്ഡേഷൻ സ്വയം വരുത്തുകയും മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച്, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ഡിസയറിന് അനുസരിച്ച് കൂടുതൽ അപ്ഡേഷൻസുകൾ, ഇന്നോവേഷൻസുകൾ പ്രോഡക്റ്റിൽ വരുത്താൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴി കമ്പനിക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഔട്ടാവും. ഇതുപോലെ ഓർഡർ വന്ന് ചോദിക്കുമ്പോൾ ഓർഡർ ഇല്ല എന്ന് റീറ്റെയിലർ പറയേണ്ടി വരും. അത് റീറ്റെയിലറുടെ മാത്രം കുറ്റമല്ല, കസ്റ്റമറുടെ വ്യത്യാസം, എൻ കൺസ്യൂമറുടെ ചോയ്സിലുള്ള വ്യത്യാസങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ മാറിയതിലുള്ള വ്യത്യാസം, അവർ കാണുന്ന വർണ്ണപ്രപഞ്ചം മറ്റൊന്നായതുകൊണ്ടുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ അതനുസരിച്ച് അപ്ഡേഷൻ വരുത്താൻ ഉറപ്പായിട്ടും ഡിസ്ട്രിബ്യൂട്ടർ വഴി കമ്പനിക്ക് സാധിച്ചിരിക്കണം. അപ്ഡേഷൻ ചെയ്യാതെ, പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാതെ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന റിയാലിറ്റി മനസ്സിലാക്കുക. അത് ഒരു സത്യമാണ്. പല പ്രോഡക്റ്റ് ഇന്ന് ഔട്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാനത് കമ്പനിയുടെ പേരുകൾ എടുത്തു പറയുന്നില്ല, ഒരു ബ്രാൻഡായിട്ട് നിന്ന പല കമ്പനികളും എല്ലാ മേഖലയിലും, ഫുഡിൻ്റെ മേഖലയിൽ, ഇലക്ട്രിക്കൽ മേഖലയിൽ, സാനിറ്ററി ഫിറ്റിങ്സിൻ്റെ മേഖലയിൽ, പ്ലംബിംഗ് മേഖലകളിൽ, ടെക്സ്റ്റൈൽസ് മേഖലകളിൽ, മൊബൈൽ മേഖലകളിൽ, ഹോം അപ്ലയൻസിൻ്റെ മേഖലകളിൽ ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം എടുത്ത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും, അത് ഈ ചാനലിലൂടെ എനിക്ക് അതിന് ഒട്ടും തന്നെ അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം പറയാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുള്ള റിയാലിറ്റി പറഞ്ഞു വെച്ചുകൊണ്ട്, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ അപ്ഡേഷനുകൾ, കൂടുതൽ മാറ്റങ്ങൾ, എപ്പോഴും മാർക്കറ്റിലെ ചേഞ്ചുകൾ വളരെ നിരീക്ഷണത്തോടെ, എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിനെ നിരീക്ഷിക്കേണ്ടത്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, പർച്ചേസ് അവിടെ കുറയുന്നുണ്ടോ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ആ റീറ്റെയിൽ കൗണ്ടറിൽ അവർ കഴിഞ്ഞ മാസം നടത്തിയ പർച്ചേസ് നടത്താതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ പർച്ചേസ് കുറച്ച് വരുന്നുണ്ടോ, അപ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് അവിടെ വേറെ പ്രോഡക്റ്റ് അവരെടുത്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ അവരുടെ ഗോഡൗണിൽ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് കുറേ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾക്ക് കുറേ അധികം പൈസ തരാനുള്ളത് കൊണ്ട് അവർ പ്രോഡക്റ്റ് എടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നേ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ട് തന്നെ എപ്പോഴും അപ്ഡേഷനുകൾ, നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ അപ്ഡേഷനുകൾ വരുത്തിക്കൊണ്ടിരിക്കണം. ഇത് ഒന്നുകൂടി ഞാൻ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. വളരെയധികം സന്തോഷകരമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.